മഹതിയായ സഫിയ റളിയല്ലാഹു അൻഹ ബനൂ ഖുറൈലയിൽ നിന്ന് യുദ്ധത്തടവുകാരിയായി ഉൾപ്പെട്ടതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദിഹിയത്തുൽ ഖൽബി എന്ന ഒരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തനിക്ക് ഒരു അടിമ സ്ത്രീയെ വേണം എന്ന ആവശ്യവുമായി വന്നത്. അങ്ങനെ തടവുകാരിൽ നിന്ന് സഫിയ റളിയല്ലാഹു അൻഹയെ ലഭിച്ചപ്പോൾ മറ്റൊരു സഹാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, അല്ലയോ നബിയെ, ഈ സഫിയ എന്ന് പറയുന്ന വനിത, അവര് വലിയ ഗോത്രത്തലവന്റെ മകളാണ്. ബനു ഖുറൈള, ബനു നളീർ എന്നീ അഹ്ലു കിതാബിന്റെ 2 ഗോത്രക്കാരുടെ നേതാവിന്റെ മകളാണ് സഫിയ. വലിയൊരു കുടുംബക്കാരിയാണ്. അതുകൊണ്ട് അവരെ ദിഹിയയിൽ ഏൽപ്പിക്കുന്നതിനേക്കാൾ നല്ലത് അങ്ങ് സ്വീകരിക്കലാണ്. അങ്ങനെ സഹാബി കാര്യങ്ങൾ അവതരിപ്പിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെ അംഗീകരിക്കുകയാണ്. അങ്ങനെ ദിഹിയയോട് യുദ്ധാർജിത സമ്പത്തിൽ നിന്ന് മറ്റൊന്നിനെ എടുക്കാൻ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഫിയ ബീവിയോട് പറഞ്ഞു, അല്ലയോ സഫിയ, ഒന്നുകിൽ ഞാൻ നിങ്ങളെ ഇത്ഖ് ചൊല്ലിയിട്ട് അടിമത്ത മോചനം നൽകിയിട്ട് നിങ്ങളുടെ കുടുംബത്തിലേക്ക് വിട്ടയക്കാം. അവിടെ നിങ്ങളുടെ കുടുംബക്കാരുണ്ട്, അവർ നിങ്ങളെ ആക്രമിക്കുകയില്ല. മുമ്പ് പറഞ്ഞ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയെ സ്വന്തം പ്രദേശത്തേക്ക് വിട്ടിരുന്നെങ്കിൽ അക്കാലത്ത് കുടുംബക്കാർ പീഡിപ്പിക്കുമായിരുന്നു. എന്നാൽ സഫിയ റളിയല്ലാഹു അൻഹയ്ക്ക് അങ്ങനെയൊരു പ്രതികൂല പശ്ചാത്തലമില്ല. അവർ ആക്രമിക്കുന്നവരല്ല, നിങ്ങൾക്ക് ചെല്ലാവുന്നതാണ്. അല്ല എങ്കിൽ നിങ്ങളെ ഞാൻ വിവാഹം ചെയ്തു കൊള്ളാം. പക്ഷേ നിങ്ങൾ ഇസ്ലാമിലേക്ക് വന്നാലാണ് എനിക്ക് വിവാഹം ചെയ്യാനാവുക. അല്ലെങ്കിൽ നിങ്ങളെ അടിമത്ത മോചനം നൽകി വീട്ടിലേക്ക് അയക്കുന്നതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് തീരുമാനത്തിനുള്ള അവകാശം നൽകിയപ്പോൾ സഫിയ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, അഖ്താറുല്ലാഹ വ റസൂലഹു, ഞാനെങ്ങനെ അടിമത്ത മോചനം ലഭിച്ചിട്ട് തറവാടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അള്ളാഹുവിൻ്റെ സത്യദൂതരെ തിരഞ്ഞെടുക്കുകയാണ് എന്ന് മഹദിയായ സഫിയ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു പ്രവാചക ജീവിതത്തിലേക്ക് കടന്നു വന്നു.